നിർത്തറ, ഒന്ന് നിർത്താൻ. വണ്ടി നിർത്തറ. എന്റെ അമ്മോ, അയ്യോ. നേതാവേ, എന്താ പറ്റിയ? എന്താ നിർത്താൻ പറഞ്ഞു? ഉച്ചക്ക് കഴിച്ചത് പറ്റില്ലെന്ന് തോന്നണേ. എന്താ പറ്റിയ? ഛർദിക്കാൻ പറ്റോ? അതൊന്നുമല്ലോ. പിന്നെ വയറിളകണ്ടോ? വയറ്റിന്ന് പോകുന്നൊരു ശങ്ക. ഇപ്പൊ പോകുന്ന തോന്നണേ. നേതാവേ, എന്നാ പോണ വഴിക്കല്ലേ ശ്രീല ചേച്ചിയുടെ വീട്, അവിടെ കയറാം. ഒന്ന് വിളിച്ചു പറഞ്ഞ നേതാവേ. ഹലോ ശ്രീല ചേച്ചി, ഞാൻ ആ വീട്ടിലൊന്ന് കയറിയിട്ടേ പോകുള്ളൂ. ഒരു ചെറിയ അത്യാവശ്യമുണ്ട്. എന്റെ അമ്മോ, എത്തിയോടാ? വീടെത്തിയോ? വീടെത്തിയോ? എന്റെ അമ്മോ, ചേച്ചി ചേച്ചി, നീ ഞാൻ പോയിട്ട് വട്ടെ. വാതിലും തുറക്കാം. വാതിലും തുറക്ക ചേച്ചി. വയറ് ശരിയല്ലാന്നൊരു തോന്നല്. ഒന്ന് ഒന്ന് ഒന്ന്. അയ്യോ, അതാണോ? എന്നാ വാ, പോരെ പോരെ. ഒത്തിരി അകലെ പോവാൻ പറ്റുമോ? അകലെ പോണ്ട സുജേഷേ, ഇവിടെ ഉണ്ട് ഇവിടെ. വലിയ ഉപകാരം ചേച്ചി. എന്തിനാണോ? യൂറോപ്പിനാണോ? അത് ഇന്ത്യനാ. അതാ അടുത്ത്. യൂറോപ്പിന് ഇച്ചിരി ദൂരെ. എന്ത് പണ്ടറങ്ങിലാവട്ടെ. ശരി ചേച്ചി. ഇവനിട്ടൊരു പണി കൊടുക്കണല്ലോ. അയ്യോ, ഇതിന് വെള്ളമില്ലേ? ശ്രീധര ചേച്ചി, ടാങ്കിൽ വെള്ളമില്ലേ? അയ്യോ സുജേഷേ, ഞാൻ പറയാൻ മറന്നുപോയി. മോട്ടോർ കേടായിരുന്നു. അയ്യോ ചേച്ചി, പണി പാളിയല്ലോ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? സുജേഷേ, ബക്കറ്റിൽ വെള്ളം ഉണ്ടോന്ന് നോക്കിയേ. ബക്കറ്റ് ഇവിടെ കമത്തി വെച്ചേക്കാം. അയ്യോ സുജേഷേ, പണിയായല്ലോ. സുജേഷേ, ഇപ്പൊ വരാട്ടോ. ആരാണ്ട് ബെല്ലടിച്ചു. ഡ്രൈവർ തന്നെ ഒന്ന് വിളിക്കാന്ന് വെച്ചാൽ മൊബൈലിന് റേഞ്ചും ഇല്ല. സുജേഷേ, അതിന്റെ അകത്ത് പേപ്പർ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. പേപ്പർ ഒന്നുമില്ല ചേച്ചി. ബെല്ലടിച്ച ഡ്രൈവറാണോ? ഡ്രൈവർ അല്ല സുജേഷേ. സുജേഷിന്റെ വണ്ടി കിടക്കുന്ന കണ്ടോണ്ടേ അപ്പുറത്തെ വീട്ടിലെ രാജലക്ഷ്മി വന്നതാ. ചേച്ചി എന്താ പുള്ളിക്കാരോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു സുജേഷ് കക്കൂസിലാ, വെള്ളം ഇല്ലാത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാൻ. എന്റെ പൊന്നു ചേച്ചി, നാറ്റിക്കല്ലേ ചേച്ചി. ആ മോട്ടർ ഉണ്ടാക്കുന്ന ആളെ ഒന്ന് വിളിക്കേ. ഞാൻ വിളിച്ചിരുന്നു സുജേഷേ, പക്ഷെ അവൻ എടുത്തില്ല. ഒരു ഫോൺ വരുന്നുണ്ട്. അവനാണോ നോക്കട്ടെ. ആ ശരി ശരി, വിളിക്കാൻ പറയാം. ആരാ ചേച്ചി? മോട്ടോർ നന്നാക്കണമെന്നാണോ? മോട്ടോർ നന്നാക്കണമെന്നല്ല, ദേശീയ നേതാവാ. സുജേഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ലാന്ന്. ഡ്രൈവറെ വിളിച്ചപ്പോ സുജേഷ് ഇവിടെയാന്ന് പറഞ്ഞു. അതാ എന്നെ വിളിച്ചേ. ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുജേഷേ. ഇറങ്ങാനോ? ഇറങ്ങിട്ട് വേണ്ടേ? ചേച്ചി എന്താ നേതാവിനോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു സുജേഷ് കക്കൂസിപ്പെട്ടിരിക്കാന്ന്. എപ്പ ഇറങ്ങുന്ന അറിയാൻ പാടില്ലാന്ന് പറഞ്ഞു. ഇറങ്ങിയ തിരിച്ചു വിളിക്കാൻ പറയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിളിക്കണം എന്നാ സുജേഷ് പറഞ്ഞേ, അത്യാവശ്യമാണെന്ന്. ഒരു അത്യാവശ്യത്തിന് അകത്ത് കയറി ഞാൻ ഒരു അത്യാഹിതത്തിൽ അകപ്പെട്ട് കിടക്കുവാണ്. നീയിപ്പൊ എന്താ സുജേഷ ചെയ്യുന്നത്? ഇനി ഒരു പറ്റിയില്ലോ. ഹലോ, അതെ സുജേഷോ? സുജേഷ് കക്കൂസിലാ. ആ തിരിച്ചു വിളിക്കാൻ പറയാം. ആ ഹലോ സുജേഷോ? സുജേഷ് കക്കൂസിലാ. ഹലോ സുജേഷ് സാറോ? സുജേഷ് സാറ് കക്കൂസിലാണല്ലോ നേതാവേ. സുജേഷ് സാറ് കക്കൂസിലാ. സുജേഷ് സാറ് കക്കൂസിലാ. സുജേഷ് സാറ് കക്കൂസിലാ. കേട്ടിരിക്കുക അവിടെ. എന്റെ പൊന്നു ചേച്ചി, മതി. ആര് വിളിച്ചാലും ഞാനിവിടെ ഇല്ലാന്ന് പറ. സാരമില്ല സുജേഷേ, വെള്ളം വരാനുള്ള പൈപ്പേ ഞാനൊന്ന് ഓണാക്കാം. അപ്പൊ മോട്ടർ കേടായതല്ല അല്ലേ? കഴിയുമ്പോ ഇറങ്ങി വാ, പറയാം. ചേച്ചി, എന്തിനാ ചേച്ചി എനിക്ക് ഈ പണി കൊടുത്തത്? സുജേഷേ, എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് മുഴുവൻ പിടിച്ചു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ സുജേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി. അത് പോട്ടെ, ഞാൻ സഹിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്തിൽ വന്നപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പ്രസിഡന്റിന്റെ അടുത്തേക്കേ അടുപ്പിച്ചില്ല. അപ്പൊ എന്നെ മാധ്യമങ്ങളെല്ലാം കൂടെ കളിയാക്കിയപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ സുജേഷേ. അത് വയറിളക്കത്തിന്റെ രൂപത്തില് എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. വല്ല ഹോട്ടലും കയറിയാൽ മതിയായിരുന്നു. ഡ്രൈവറെ ഫ്രണ്ടി. എടാ പോയേക്കാം ചേച്ചി. എല്ലാ പരിപാടിക്കും മറക്കാതെ ചേച്ചിയെ ഞാൻ പരിഗണിക്കും. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ. എന്നാ ശരി ചേച്ചി. എന്റെ പൊന്നാവേ, ഇതുപോലത്തെ ഒരു പണി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റി നേതാവേ? പറയാം, വണ്ടി എടുക്കാം. പാവന്മാര്.